അണ്ടർ-17 ബോയ്സ് വോളിബോളിന്റെ റണ്ണേഴ്സാണ്. റണ്ണേഴ്സ് എന്ന് പറയുമ്പോൾ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമായിരുന്നു. നല്ല ഒരു കളിയാണ് ആന്ധ്രോത്ത് ടീം കാഴ്ചവെച്ചത്. അകത്തിയുമായിട്ട് ചെറിയൊരു വ്യത്യാസത്തിലാണ് പോയത്. മക്കളെ എങ്ങനെ പ്രതികരിക്കുന്നു? അകത്തിയുള്ള കളിക്ക് അകത്തിയുള്ള ലഫ്രി ഇത് എന്തിനാകുമ്പോ എങ്ങനെ ആറാക്കാരനെ കളിക്കണം അല്ല 7 ആൾക്കാരില്ലേ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ള നാട്ടുകാരിൽ പൊതുവെ തോറ്റു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷേ നന്നായി കളിച്ചിട്ടുണ്ട് ഇവര്. നല്ല പെർഫോമൻസ് ആയിരുന്നു. അൺലക്കിലാണ് ഇവർ തോറ്റുപോയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കപ്പ് ആന്ധ്രോ തന്നെയാണ് കൊണ്ടുപോകുക. ആന്ധ്രോത്ത് ടീമിനെ വെല്ലാൻ, കളിയിൽ വെല്ലാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയില്ലേ അവരുടെ ഇവിടെ ആൾക്കാരെ ഈ സാന്നിധ്യമില്ലേ, ആൾക്കാരെ കളിയിനോടുള്ള ഇപ്പൊ ക്ലിത്തൻ ടീമാണ്, ക്ലിത്തനിലാണ് കളിക്കേണ്ടത്. എന്നിട്ട് പോലും ഇത്രയും ക്രൗഡ് മൊത്തം ക്ലിത്തനാറാണ് കാണുമെന്ന്. അപ്പൊ ഈ സപ്പോർട്ട് ഈ ആൾക്കാരെ കുറിച്ച് എന്ന് പറയണ്ടേ? ആൾക്കാരെ കളിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് വേണ്ടി ആൾക്കാരുണ്ട്. പിന്നെ ഈ ഗ്രൗണ്ട് എങ്ങനെ ഉണ്ടായി നിങ്ങളെ? ഗ്രൗണ്ട് ഇതുവരെ കണ്ടതിൽ നല്ലതാണ്. ഏറ്റവും ബെസ്റ്റ് ഗ്രൗണ്ടാണ്. നിങ്ങൾ ഏതാണ് നെക്സ്റ്റ് വരുന്ന ഫൈനലുണ്ടോ? അടുത്ത 70 ഫുട്ബോളിന് ഫൈനലുണ്ട്. അത് അകത്തോടെ തന്നെ ഇൻഷാല്ലാ കപ്പും കൊണ്ടിലാണ് പോകും. അകത്തേക്ക് മറുപടി കൊടുത്തിരിക്കും. നാളെ ഈവനിങ് തീർച്ചയായിട്ടും. ടീം മാനേജർ ലുക്മാൻ സാർ കൂടെ ചേർന്നു. ആന്ധ്രോത്ത് ടീമിന് എന്താണ് ഒരു പാളിച്ച സംഭവിച്ചത് സാറിന്റെ അഭിപ്രായത്തിൽ? രണ്ടാമത്തെ സെറ്റ് നല്ലോണം കളിച്ചിരുന്നു, പക്ഷേ ബാഡ് ലക്ക്. ഒരു തിരിച്ചുവരവ് വന്നിരുന്നു നല്ല രീതിയിൽ. പിന്നീട് അകത്തി ഒരു ഡൗൺ ആയിരുന്നു. ലാസ്റ്റ് ടൈമിൽ വീണ്ടും അകത്തി കയറി പിടിച്ചു. ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ലേ അല്ലേ? തേർഡ് സെറ്റിൽ അല്പം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ബാഡ് ലക്ക്. നാളെ ഫൈനൽ വീണ്ടും അകത്തിയുമായിട്ടാണ്. അപ്പൊ ഒരു പൊരിഞ്ഞ പോരാട്ടം പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഇതൊരു മത്സരമാണ്. മത്സരത്തിലാകുമ്പോൾ പല പ്രശ്നങ്ങളും കാണും. അപ്പൊ ടീം സ്പിരിറ്റോട് കൂടി കാണുമല്ലോ. അതെ എന്താ സംശയം? ഓക്കെ, താങ്ക് യു സർ.